അല്ല മുത്തേ, ഒരു സംശയം ചോദിച്ചോട്ടെ? ഇന്ന് മുത്തിന് എന്താ എൻ്റെ അടുത്തൊരു സ്നേഹം കൂടുതൽ? ഞാനൊരു പെണ്ണല്ലേ ജഗദീപേട്ട. എന്നും ഇങ്ങനെ പിണങ്ങിയിരിക്കാൻ ഞാൻ കല്ലൊന്നും അല്ലല്ലോ. ഞാനൊരു ആഗ്രഹം പറഞ്ഞ ജഗദീപേട്ട സമ്മതിക്കോ? എന്റെ മുത്ത് പറയേ. നമുക്ക് പുതിയൊരു തുടക്കമായല്ലോ ജഗദീപേട്ട. എനിക്ക് ജഗദീപേട്ടനെ സ്നേഹിച്ച് മരിക്കണം. ഇടാ, ഇട്ട് മൂടാനുള്ള പണം അവളുടെ അച്ഛൻ UK സമ്പാദിച്ചതും പിന്നെ അവളുടെ അമ്മ ബിസിനസ് ചെയ്ത് ഉണ്ടാക്കിയതായിട്ടുണ്ട്. ഏയ്, ജഗദീപേട്ടൻ എന്തോന്നും പറയാത്ത? അയ്യോ, എനിക്ക് 100 വട്ടം സമ്മതമാവനെ. എന്നാ നമുക്കിന്നൊരു പിക്നിക്കിന് പോയാലോ? ഞാൻ എപ്പോഴേ റെഡി. ഓ എന്റെ ജഗദീപേട്ടൻ, എന്തോ ഒരു കെണി ഉണ്ടല്ലോ മോളെ. അല്ല, ഈ ചായ അത് ഞാൻ എന്റെ മുത്തിന് തന്നല്ലേ. മുത്ത് കുടിച്ചോ? എന്നാ ഞാൻ പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വരാം. എന്നല്ലേ പോയി റെഡി ആയിക്കോ. ശരിയാക്കി തരാം. കടലാക്രമണം രൂക്ഷം. ഏത് നിമിഷവും വേലിയേറ്റ സാധ്യത ഉള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകുന്നതിന് വിലക്ക്. വിനോദസഞ്ചാരികളെയും നിയന്ത്രിക്കും. അമ്മേ, ഞങ്ങള് പുറത്തേക്കൊന്ന് പോവാ. മോളെ, എങ്ങോട്ടാ മോളെ? വെറുതെ ഒരു ഔട്ടിങ്. എന്നാ ബീച്ചിലേക്ക് പോമോളെ. അവിടെ വിനോദസഞ്ചാരികൾക്കായി ചില നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. കാണാൻ കാഴ്ചകൾ ഒരുപാടുണ്ട്. ശരി അമ്മ. ശരി മാമി, പോയിട്ട്. ശരി. പോയിട്ട് വരാം. മോളെ, ഡ്രൈവറെ വിളിക്കണം മോളെ. വേണ്ടമ്മേ, ജഗദീപേട്ടൻ എടുത്തോളും കാറ്. നിന്റെ ഒടുക്കത്തെ പോക്കടക്കാലമാടാ. മിടുക്കി എന്റെ മോള്. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിന്നെ വളച്ച് കുപ്പിയിലാക്കാൻ അറിയാമെങ്കിൽ അവള് നിന്നെ തട്ടിയിട്ടേ തിരിച്ചെത്തു. സത്യഭാമയോ? ഹലോ. സാറല്ലേ, എനിക്ക് നിന്നെ ഒന്ന് കാണണമായിരുന്നു. എന്താ ഭാമേ കാര്യം? അത് നേരിൽ കാണുമ്പോ പറയാം. ശരി, എവിടെ വരണം ഞാൻ? ശരി ശരി.
എന്താ ഭാമേ? നമ്മൾ പാർട്ട്നേഴ്സ് ആണെന്നും വിട്ടുപിരിയാനാവാത്ത ബന്ധുവാണെന്നും നീ തന്നെയല്ലേ പറയാറുള്ളത്. അപ്പോ ഇടയ്ക്കൊന്ന് വന്ന് കാണണമെന്ന് തോന്നി. എപ്പോഴും നീ എന്നെ അങ്ങോട്ട് വന്നല്ലേ കാണുന്നത്. ഇത്തവണ ഞാൻ ഇങ്ങോട്ട് വന്ന് കാണാന്ന് കരുതി. നിനക്കെപ്പോ വേണമെങ്കിലും എന്നെ വന്ന് കാണാം. ഇറങ്ങിപ്പോകാനൊന്നും ഞാൻ പറയില്ല. പോകാൻ പറയേണ്ടവരോട് പോകാൻ തന്നെ പറയും ഈ സത്യഭാമ. പിന്നെ നിന്റെ വീട്ടിലിപ്പോ അതിഥികളും വിരുന്നും ഒക്കെ ആയതുകൊണ്ട് നിന്നെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി. എന്നാലും സുസ്മിതയുടെ കല്യാണത്തിന് നീ എനിക്ക് ഒരു ഇല്ല ചോറ് തന്നില്ലല്ലോ സർലേ. അവളെനിക്ക് മകളെ പോലെയാണെന്നല്ലേ നീ എന്നോട് പറയാറുള്ളത്. മുറിവിൽ മുളകരച്ച് തേക്കുന്ന പരിപാടിയാ നീ ഇപ്പൊ ചെയ്യുന്നതെന്ന് എനിക്കറിയാം ഭാമേ. ഭാമേ, നിന്റെ മകനും മരുമകളും ചേർന്ന് എന്റെ മകളുടെ തൊണ്ടയിലേക്ക് കുത്തിയിറക്കിയ ഒരു മുള്ള്. അതിൽ നീയും കൂടി ആനന്ദം കണ്ടെത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ എന്റെ വീട്ടിൽ തിരിച്ചെത്തുന്നതിന് മുൻപ് ആ മുള്ള് പിഴുതെടുത്ത് തൊണ്ടയിൽ നിന്ന് കളഞ്ഞിരിക്കും. ഈ സരളയുടെ വാക്കായത്. പിന്നീന്ന് കുത്താൻ നീ നല്ല മിടുക്കിയാണെന്ന് എനിക്കറിയാം. ഇത്രയും വർഷം ഒപ്പം വന്ന് ഞാൻ പോലും അത് തിരിച്ചറിയാൻ അല്പം താമസിച്ചു. നീ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് എനിക്കറിയാം ഭാമേ. നിന്റെ മൂത്ത പുത്രൻ രോഹിത്തിനെ കുറിച്ചും അവന്റെ പുതിയ ഭാര്യ ശ്യാമയെ കുറിച്ചും ഞാൻ പറഞ്ഞത് നീ വിശ്വസിച്ചിട്ടില്ല. ഒരിക്കലും ഞാനത് വിശ്വസിക്കില്ല. ശ്യാമ അവളുടെ കാമുകൻ ദീപകിനെ കാണാൻ പോയെന്നും അവൻ തിരസ്കരിച്ചതിന്റെ പേരിൽ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചതും ഞാൻ പറഞ്ഞത് നീ വിശ്വസിച്ചില്ല അല്ലേ? നിന്നെ എങ്ങനെ വിശ്വസിക്കോടി? രോഹിത്തിനെ ശ്യാമയെ സംബന്ധിച്ച പരമരഹസ്യങ്ങൾ എന്ന് പറഞ്ഞ് അവർ ബെഡ്റൂമിൽ ഒരുമിച്ച് കിടക്കുന്ന ഫോട്ടോകൾ എടുത്ത് എന്നെ കൊണ്ടുവന്ന് കാണിച്ചവളല്ലേ നീ? അത് എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് കരുതി. നിനക്ക് അബദ്ധമേ പറ്റൂ സർലേ. തോപ്പുംപടി ഷാജിയെ ചിറക്കൽ രാമചന്ദ്രന്റെ മകൻ ജഗദീപ് കുമാർ എന്ന് സംശയിച്ചതും അബദ്ധം. മകളെ അവന് കല്യാണം കഴിച്ചു കൊടുത്തത് മറ്റൊരബദ്ധം. അവന്റെ മക്കളെ ഇനി മകളൊക്കത്ത് വെച്ച് നടക്കാൻ പോകുന്നത് വേറൊരബദ്ധം. നിന്നെ വേറൊരു കാര്യം അറിയിക്കാനാ ഞാൻ വിളിച്ചു വരുത്തിയത്. എന്റെ മരുമകൾ ശാലിനിയുടെ സീമന്തമാണ്. മനസ്സിലായില്ലേ നിനക്ക്? എന്റെ മകൻ വിഷ്ണുവിന്റെ കുഞ്ഞിനെ അവൾ ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന്. നിനക്ക് വേണമെങ്കിലേ ചടങ്ങിലേക്ക് വരാം. വന്ന് ഒരില്ല ചോറുണ്ട് മടങ്ങാം. പിന്നെ തോപ്പുംപടി ഷാജിയുടെ ഭാര്യയോട് വിവരമൊന്ന് പറഞ്ഞേക്ക് കേട്ടോ. എന്റെ മകൻ വിഷ്ണുവിനെ സ്വന്തമാക്കാൻ വേണ്ടി ആയിരുന്നല്ലോ ഈ കാണിച്ചതൊക്കെ. കഴിഞ്ഞു സർലേ. ദ ഗെയിം ഈസ് ഓവർ. എൻ ടൈറ്റിലിൽ കാണിക്കാൻ പോകുന്ന ഒരു ചടങ്ങിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അവിടെ വേണമെങ്കിലേ നിനക്കും വന്ന് ഉണ്ടിട്ട് പോകാമെന്ന്. അപ്പോ പോട്ടെ സർലേ. എന്റെ മകൾക്ക് മുഴുവൻ തോൽവിയും നിനക്കും നിന്റെ മകനും മരുമകൾക്കും ഒക്കെ വിജയവും ഇല്ലടി. എൻ ടൈറ്റിലായിട്ടില്ലടി. പടം തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. സുഭദ്രേ, അപ്പം മറക്കണ്ട, നാളെ എന്റെ മരുമകൾ ശാലിനിയുടെ സീമന്തോ.
മറക്കാതെ വന്നേക്കണേ. ശരി സത്യാമ്മേ, ഉറപ്പായിട്ടും വരും. ശരി. എന്റെ മരുമകള് ശാലിനിയുടെ സീമന്തം നാളെയാ, മറക്കാതെ വന്നേക്കണേ. ശരി സത്യാമ്മേ. ആ അപ്പൊ മറക്കണ്ട. ശരി സത്യാമ്മേ. മുഹൂർത്തം എപ്പോഴാ? രാവിലെ 10:30. ശരി. ദേ മറക്കാതെ വരണം കേട്ടോ. ആ വരാം. ശരി. വിഷ്ണുട്ടാ, എന്തെങ്കിലും ഒന്ന് പറയൂ. വിഷ്ണുട്ടാ, സത്യാമ്മയോട് എപ്പോഴാ സത്യം തുറന്നു പറയുന്നത്? എടോ, പറയാൻ പലതവണ തയ്യാറെടുത്തതാ. എങ്കിലും അമ്മയുടെ മുമ്പിലെത്തുമ്പോ ഒരു ധൈര്യം കിട്ടുന്നില്ല. അങ്ങനെ ധൈര്യം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നാളെന്തായാലും പറയാൻ നോക്കാം. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. നാളത്തെ കാര്യം മറന്നിട്ടില്ലല്ലോ? ഏയ് ഇല്ല, സത്യാമ്മ ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ. അതെ, എന്നാലും ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നത്. ദേ നാളെ രാവിലെ 10 മണിക്ക് ശേഷം മറക്കാതെ എത്തണേ. ശരി സത്യാമ്മേ. ശരി എന്നാ. ഇവിടെയാണോ? ആ ജഗദീപേട്ടൻ ഇറങ്ങ. ഇവിടെ എന്തോന്ന് കാണാനുള്ളത്? ദേ നോക്ക്, കടല്. വാ ജഗദീപേട്ടാ. ഈ കടൽ കാണിക്കാനാണല്ലോ കൊണ്ടുവന്നത്. ഇവിടെ ഇപ്പൊ എന്തോന്ന് കാണാൻ? ഈ തിരയൊക്കെ ഇവിടെ തന്നെ കിടക്കുകയില്ല എപ്പോഴും. ഒരേ തിര, ഒരേ ബഹളം. ഒരു ചേഞ്ചിന് നിറം പോലും ഒന്നും മാറുന്നില്ല. എപ്പോഴും നീല. നിനക്ക് ഞാൻ ചുവന്ന കടല് കാണിച്ചു തരാമിടാ. ചോരക്കടൽ അല്ലേ സുസു? ആ അതെ അതെ, ജഗദീപേട്ടൻ പറഞ്ഞത് വളരെ കറക്റ്റാ. എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ കടലിന് ഒരു ചേഞ്ചും ഇല്ലല്ലോ എന്ന്. ജഗദീപേട്ടനൊന്ന് ആലോചിച്ച് നോക്കിക്കേ. കടലിലെ മത്സ്യങ്ങളും ചിപ്പിയും കക്കയും അടക്കമുള്ള മറ്റ് ജീവികൾ കാട്ടിലെ മൃഗങ്ങളൊക്കെ കടലിലും ആയിരുന്നേൽ എന്ത് രസമായിരുന്നേനെ. ഒരു വെറൈറ്റി അല്ലേ? ഞാൻ ഒന്ന് ആലോചിച്ചോട്ടെ. അതായത് ഈ കടലിലെ മീനുകൾ, ചിപ്പി, കണവ, കൊഞ്ച്, സ്രാവ്, ഇതൊക്കെ കാട്ടില്ലേ? അടിപൊളിയായിരിക്കും അല്ലേ? അപ്പൊ ഈ മുക്കോർക്ക് വലയിടാൻ കടലിൽ പോകണ്ടല്ലോ. ചാളെ പിടിക്കാൻ എലിക്കണി വെച്ചാൽ മതിയില്ലേ? അതെ. പിന്നെ കാട്ടിലെ മൃഗങ്ങൾ മൊത്തം കടലിൽ. കടുവ, പുലി, സിംഹം, കാട്ടുപോത്ത്, മുയല് എല്ലാം കടലിൽ. അത് ശരിയാവില്ല സുസ്മിതേ. ആ കൂട്ടത്തിൽ മരപ്പട്ടിയും പോകൂലേ? നീ കടലിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാ പോകൂലേ? അതൊന്നും കുഴപ്പമില്ല ജഗദീപേട്ടാ. കാട്ടുമാക്കാനും കടലിലല്ലേ, നമുക്ക് ഒന്നിച്ച് താമസിക്കാമെന്നേ. അങ്ങനെ ജഗദീപേട്ടാ, ഇങ്ങനെ പരസ്പരം കൗണ്ടർ അടിക്കാനാണോ നമ്മൾ ഇങ്ങോട്ട് വന്നേ? പിന്നെന്തിനാ? ഒന്ന് പോ ജഗദീപേട്ടാ. നമ്മളിങ്ങനെ പരസ്പരം പാര വെച്ചും വഴക്കടിച്ചും ജീവിക്കുന്നതില് ഒരു രസവുമില്ല. എലിയും പൂച്ചയും പോലെ. പിന്നെ എങ്ങനെ ജീവിക്കണം? സുസു തന്നെ പറ. നമുക്ക് പരസ്പരം പ്രണയിച്ച് ജീവിക്കാൻ ജഗദീപേട്ടാ. കടലും അത് പുണരുന്ന കരയും പോലെ, ആകാശം ചുംബിക്കുന്ന ഭൂമിയെ പോലെ,
രാത്രിയെ സ്നേഹിക്കുന്ന പകലിനെ പോലെ. പഴങ്കഞ്ഞി ഉപ്പും പോലെ. ശ്ശേ, കളഞ്ഞു. ഞാൻ ഒരു മൂഡിലോട്ട് വന്നതായിരുന്നു. അയ്യോ സോറി സുസു. സുസുവിന് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. പഴങ്കഞ്ഞി മസ്റ്റാണ്. തൽക്കാലത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. ഇനി എന്റെ ഫ്ലോ തടസ്സപ്പെടുത്തരുത്. ഇല്ല. ഈ കടൽ, ഇതിലെ തിരകൾ, ഉപ്പുരസമുള്ള കാറ്റ്, ഇതെല്ലാം കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുക ജഗദീപേട്ട. ഭ്രാന്ത? അതല്ലെങ്കിൽ നിനക്ക് ഭ്രാന്ത് തന്നല്ലോ. എങ്ങനെയാ ഭ്രാന്ത് പിടിക്കുന്നതെന്ന് ജഗദീപേട്ടൻ ചോദിച്ചില്ലല്ലോ. അതിപ്പോ ഒരാൾക്ക് ഭ്രാന്താവാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണമെന്നില്ലല്ലോ. ഇത് നട്ടഭ്രാന്ത്. ശ്ശേ, ഇതല്ല ജഗദീപേട്ട. എന്ന്? പ്രണയം കൊണ്ടുള്ള ഭ്രാന്ത്. അത് ഉച്ചക്കിറുക്ക്. ജഗദീപേട്ടൻ, ഈ കടലിന്റെ നടുവിൽ എനിക്കൊരു മാണിക്യ കൊട്ടാരം കെട്ടിത്തരണം. 7000 നിലയുള്ള മാണിക്യ കൊട്ടാരം. അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയില് നമ്മുടെ മണിയറയാണ്. അവിടെ എല്ലാ രാത്രിയും നിലാവും നക്ഷത്രങ്ങളും ആകാശത്തിലെ ചന്ദ്രനും ഒക്കെ നോക്കി നിൽക്കുമ്പോ നമ്മൾ പരസ്പരം പ്രണയം കൈമാറും. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവൂലേ സുസ്മിതേ? എന്തേ? അത് ഒന്നാമത് ചന്തുവിന്റെ വാടക വീടിന്റെ ചായ്പിലാണ് ഞാൻ കിടന്നുറങ്ങിയിരുന്നത്. അവിടെ ഒരു ഓട് പൊട്ടിയിട്ട് മഴവെള്ള ഉച്ചി വീണപ്പം ആ ഓട് മാറ്റാൻ പെട്ട പാടെന്താണെന്ന് എനിക്കറിയാം. ഞാൻ നിനക്ക് കടലിന്റെ നടുക്ക് 7000 നിലയുള്ള കൊട്ടാരം പണിയണം, അത് മാണിക്യം കൊണ്ട്. രണ്ടാമത്തെ കാര്യം, എനിക്ക് നീന്തൽ അറിഞ്ഞുവിടുന്നു. അപ്പൊ ജഗദീപേട്ടന് നീന്തൽ അറിഞ്ഞൂടാ? ഇല്ല. മുട്ടറ്റം വെള്ളം കണ്ട എനിക്ക് പേടിയാവും. പിന്നെ ഈ ചെന്നിയുടെ അസുഖമുണ്ടേ, മനസ്സിലായില്ലേ? ഈ ചുഴലി, ഫിറ്റ്സ് എന്ന് പറയൂലേ, അതുണ്ട്. ഒറ്റയ്ക്ക് എങ്ങാനും വെള്ളത്തിൽ വീണാലേ എപ്പോഴാ ഫിറ്റ്സ് വന്ന് പിടച്ച് ചാവണേന്ന് അറിയാൻ പറ്റില്ല. എന്താ സുസ്മിത അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല. ജഗദീപേട്ടന്റെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ബലവും ദൗർബല്യവും ഒക്കെ അറിഞ്ഞിരിക്കട്ടെ ഞാൻ, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഇതൊക്കെ നേരത്തെ പറയണ്ടേടാ, നിന്നെ എപ്പോഴേ ഞാൻ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി കൊന്നേനെ. അതെ, നമുക്ക് പോയാലാ? ഇത്രയും വെള്ളം ഒരുമിച്ച് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. അങ്ങനെ പേടിക്കാതെ ജഗദീപേട്ട, ഞാനില്ലേ കൂടെ. നമുക്ക് ഇനിയും സ്ഥലങ്ങൾ കാണാനുണ്ട്. വാ. ഇതുവരെ കാണാത്ത ഏത് സ്ഥലമാ ഉള്ള ഇവിടെ? അതൊക്കെ ഉണ്ട്. ജഗദീപേട്ടൻ വാ. വാ. ഇതുവരെ കാണാത്ത സ്ഥലം ഏതാന്നോ? കടലിന്റെ അടിത്തട്ട് കാണിച്ചു തരാവടാ നിനക്ക് ഞാൻ. രോഹിത്തിനേക്കാൾ കഷ്ടമായിരിക്കും നിന്റെ വിധി. എടാ, ഈ സമയത്ത് അവളെയും കൊണ്ട് വലിയ കറക്കമൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? അത് പിന്നെ ഷാലി പറഞ്ഞിട്ടാ. അവൾക്കൊരു ആഗ്രഹം കടപ്പുറം കാണാനേ. എന്നാ കുഴപ്പമില്ല. വീടിനകത്ത് തന്നെ അടച്ചുപൂട്ടിയിരിക്കുന്നതും അത്ര ശരിയല്ല. കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കൊള്ളണം. പിന്നെ ഞാൻ നിന്നെ വിളിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. ഞാൻ ജോൾസിനെ കണ്ടിരുന്നു. ഏറ്റവും നല്ല മുഹൂർത്തം നാളെയാണെന്നാ പറഞ്ഞത്. അതുകൊണ്ട് സീമന്തം നാളത്തേക്ക് നിശ്ചയിച്ചു. ആർക്കാണെന്നോ? എടാ പൊട്ടാ, നിന്റെ ഭാര്യ ശാലിനിക്ക്. ശാലിനിക്കോ? എന്താ? സീമന്തം.
ആദ്യം പറയേണ്ടിയിരുന്നത് നിങ്ങളോട് രണ്ടാളോടുമായിരുന്നു. എടാ, നിങ്ങൾ രണ്ടാളും ഒപ്പമുണ്ടല്ലോ എന്ന് കരുതി ഞാനങ്ങ് വിട്ടുപോയി. സാരമില്ല, സീമന്തത്തിനുള്ള ആൾക്കാരെല്ലാം ഞാൻ ക്ഷണിച്ചു കഴിഞ്ഞു. ബാക്കി ഏർപ്പാടുകളൊക്കെ നോക്കിക്കോണേ. ആ ആ ശരിടാ, ഞാൻ ഫോൺ വെക്കുക. ഇനി ഒരുപാട് പേരെ വിളിക്കാനുണ്ട്. എല്ലാം പെട്ടെന്നായി പോയില്ലേ. ഹോ, ഇതുപോലെ ഇങ്ങനെ ഒരു പൊട്ടൻ. അയ്യോ, എന്താ വിഷ്ണുട്ടാ? എടോ, തന്റെ സീമന്തം നിശ്ചയിച്ചിരിക്കുന്നു നാളെ. ഏ? എന്തൊരു കഷ്ടം.